ആർട്ടിസ്റ്റും നായകന്മാരും ഡയറക്ടേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു ഫസ്റ്റ് വെബ് സീരീസ് ആണ്. അത് കാണുന്നതിന് മുമ്പ് എന്താണ് എക്സ്പെക്ടേഷൻ? എനിക്ക് പൊതുവെ ക്രൈം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ചെയ്യാനാണോ? ക്രൈം ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ ഇതൊക്കെ കണ്ട് ഇൻസ്പിറേഷൻ വന്നിട്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൂടാറില്ല. അപ്പം ക്രൈം പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെബ് സീരീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരൊറ്റ ഇതിൽ നമ്മുടെ ഭംഗിയുള്ള കാര്യങ്ങൾ തീർന്നു പോകത്തില്ലല്ലോ. ഇവിടെ വരുന്നു, പിന്നെ നമ്മൾ സസ്പെൻസോട് കൂടി കാത്തിരിക്കുന്നു. അതും ഇപ്പോൾ പ്രീമിയർ കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം കാസ്റ്റ് വരുമ്പോൾ അജുവിൻ്റെയും ലാൽസറിൻ്റെയൊക്കെ മുഖം കണ്ടു കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാവുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് മാത്രമല്ല, ഒത്തിരി വെബ് സീരീസുകൾ ഇനി വരട്ടെ എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. തിയേറ്ററിൽ നമുക്കറിയാം പല സിനിമകളും വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ടു കഴിയുമ്പോൾ അയ്യോ എന്നൊക്കെ ചിന്തിക്കുന്ന പല സിനിമകളുണ്ട്. ഇതാവുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നു, നമ്മുടെ കംഫർട്ടിൽ കാണുന്ന വെച്ചാൽ റിയലി എക്സൈറ്റഡ്. ഇപ്പൊ മലയാളി പ്രേക്ഷകർക്ക് നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഒരുപാട് വെബ് സീരീസുകൾ ഇപ്പോൾ കൊറിയൻ ബാക്കിയുള്ള ലാംഗ്വേജ് കണ്ടിട്ട് ആ ഒരു ഇൻസ്പിറേഷനിലാണ് അവർ ചിലപ്പോൾ നമ്മുടെ ഒരു വെബ് സീരീസിനെ കാണുക. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുക? അത് ശരിക്കും കുറച്ച് റിസ്കി തന്നെയാണ്. കാരണം ഇപ്പം നെറ്റ്ഫ്ലിക്സ് പോലത്തെ പല ആമസോൺ പ്രൈമൊക്കെ ആണെങ്കിലും ഒരുപാട് സീരിയൽ കില്ലിങ്ങും അങ്ങനത്തെ മേർഡർ മിസ്റ്ററീസും ഒക്കെ ഒരുപാടുള്ള സമയമാണ്. അതുകൊണ്ട് ഇതുപോലൊരു സീരീസ് വരുമ്പോൾ ഹൈ എക്സ്പെക്ടേഷൻസ് എല്ലാവർക്കും കാണും. പക്ഷേ ഐ തിങ്ക് ഞാൻ കേട്ടെടുത്തോളം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്.